ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ബീഹാർ, ഒഡീഷ, ഹരിയാന സംസ്ഥാനങ്ങളിലെ 11 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഇന്ന്. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പ്രസിദ്ധീകരിക്കും. തെരഞ്ഞെടുപ്പ് ചൂടിൽ പ്രമുഖ മുന്നണികൾ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട എമിറേറ്റ്സ് വിമാനം തിരുവനന്തപുരത്തേക്ക് തിരിച്ചയച്ചു. 98ാമത് ഓസ്കാർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ മികച്ച ചിത്രം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് എഫ് സി ഗോവയെ നേരിടും. വാർത്തകൾ വിശദമായി. ബീഹാർ, ഒഡീഷ, ഹരിയാന സംസ്ഥാനങ്ങളിലെ 11 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഇന്ന്. ബീഹാറിൽ 5ഉം ഒഡീഷയിൽ 4ഉം ഹരിയാനയിൽ 2ഉം സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ്. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുകയാണ്. ലോക്സഭയിൽ റെയിൽവേ, കൃഷി, കർഷക ക്ഷേമ മന്ത്രാലയങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഗ്രാന്റുകൾക്കായുള്ള ചർച്ചയും വോട്ടെടുപ്പും പുരോഗമിക്കുന്നു. രാജ്യസഭയിൽ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും കൂടുതൽ തുക അനുവദിക്കുന്നതിനായുള്ള 2026 ധനവിനിയോഗ ബിൽ ചർച്ചകൾക്കായി ഇന്ന് പരിഗണിക്കും. 140 നിയമസഭാ മണ്ഡലങ്ങളുള്ള കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പ്രസിദ്ധീകരിക്കും. ഈ മാസം 23 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 24-ന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. ഈ മാസം 26 വരെയാണ് പത്രിക പിൻവലിക്കാൻ അവസരമുള്ളത്. ഏപ്രിൽ 9-ന് വോട്ടെടുപ്പ് നടക്കും. അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലും ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്. തമിഴ്നാട്ടിൽ ഏപ്രിൽ 23-ന് വോട്ടെടുപ്പ് നടക്കും. പശ്ചിമബംഗാളിൽ ഏപ്രിൽ 23, 29 എന്നീ തീയതികളിലാണ് വോട്ടെടുപ്പ്. എല്ലായിടങ്ങളിലും മെയ് 4-നാണ് വോട്ടെണ്ണൽ. കേരളത്തിൽ 2.7 കോടിയോളം സമ്മതിദായകരാണുള്ളത്. 1.31 കോടി പുരുഷ വോട്ടർമാരും 1.38 കോടി വനിതാ വോട്ടർമാരും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ 277 പേരും ഉൾപ്പെടെയാണ് ഇത്. 100 വയസ്സിലേറെ പ്രായമുള്ള 1571 വോട്ടർമാർ സംസ്ഥാനത്തുണ്ട്. 4.24 ലക്ഷം കന്നി വോട്ടർമാരും 54,000-ലധികം സർവീസ് വോട്ടർമാരും സംസ്ഥാനത്തുണ്ട്. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. 81 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ CPIM ഇന്നലെ പ്രഖ്യാപിച്ചു. 6 പേർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ 11 മന്ത്രിമാരും 54 സിറ്റിംഗ് MLA-മാരും പട്ടികയിലുണ്ട്. പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മാഹി മണ്ഡലത്തിൽ T. അശോക് കുമാറിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും പ്രഖ്യാപിച്ചു. 5 മണ്ഡലങ്ങളിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPI 25 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. നിലവിലെ 4 മന്ത്രിമാർ ഉൾപ്പെടെ 7 സിറ്റിംഗ് MLA-മാർ ജനവിധി തേടും. UDF സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറവൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ NDA സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുമെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ് പറഞ്ഞു. കോൺഗ്രസുമായി ഉഭയകക്ഷി ചർച്ച പൂർത്തിയായതായും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം 1,58,212 പേർ കൂടി പട്ടികയിൽ ഇടം നേടിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഫെബ്രുവരി 21-ന് പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ 2,69,53,644 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. അതേസമയം പട്ടികയിൽ പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് ഈ മാസം 23 വരെ പേര് ചേർക്കാൻ അവസരമുണ്ട്. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് എസിലെ രാമചന്ദ്രൻ കടന്നപ്പള്ളി ജനവിധി തേടും. അതേസമയം തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് CPIM മുൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം V. കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ ആകെ 11 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. 21 ലക്ഷത്തിലേറെ വോട്ടർമാരും ഉണ്ട്. തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. കണ്ണൂരിൽ നിന്ന് ആകാശവാണി ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ഇരിക്കൂർ, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ, പേരാവൂർ എന്നീ നിയോജക മണ്ഡലങ്ങളിലായി ഇന്നലെ വരെയുള്ള കണക്കുകൾ പ്രകാരം 21,69,202 വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. ഇതിൽ 11,21,704 സ്ത്രീ വോട്ടർമാരും 10,47,487 പുരുഷ വോട്ടർമാരുമുണ്ട്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ 11 വോട്ടർമാരും ജില്ലയിലുണ്ട്. തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്. ഏറ്റവും കുറവ് പേരാവൂർ മണ്ഡലത്തിലും. 2,177 പോളിംഗ് ബൂത്തുകളാണ് ജില്ലയിൽ സജ്ജമാക്കുന്നത്.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നാളെ വൈകുന്നേരത്തോടെ പ്രഖ്യാപിക്കുമെന്ന് പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ്. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നിലവിൽ കൈവശമുള്ള 10 സീറ്റുകളും നൽകണമെന്ന് ഇന്നലെ നടന്ന ചർച്ചയിൽ പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വയനാട്ടിൽ വാഴ കൃഷി ചെയ്യുന്ന കർഷകർ പ്രതിസന്ധിയിൽ. വേനൽ കനത്തതും വില തകർച്ചയുമാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. വേനൽ ചൂട് ഏറിയതോടെ വാഴക്കുലകൾ ഒടിഞ്ഞു വീഴുന്നതിന് പുറമെ പക്ഷികളും മറ്റു മൃഗങ്ങളും വ്യാപകമായ രീതിയിൽ കായ്കൾ തിന്നു തീർക്കുന്നതും കർഷകർക്ക് ഇരട്ടി പ്രഹരമാകുന്നു. രാവിലത്തെ കടുത്ത മഞ്ഞിന് ശേഷം കനത്ത വേനൽ ചൂടിൽ ജില്ലയിലെ പലയിടങ്ങളിലും വ്യാപകമായി വാഴകൾ കരിഞ്ഞുണങ്ങി നിലംപൊത്തുന്നതോടെ കർഷകർ കടുത്ത പ്രതിസന്ധിയിലാണ്. കർണാടകയിൽ വ്യാപകമായ രീതിയിൽ വാഴകൃഷി വ്യാപിച്ചതോടെയാണ് വയനാട്ടിലെ വാഴ കർഷകർ വിലയില്ലാതെ പ്രതിസന്ധിയിലായത്. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്നുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ധനം സൂക്ഷിച്ചിരുന്ന സ്ഥലത്തിന് സമീപം വൻ തീപിടുത്തം. നിരവധി വിമാന സർവീസുകൾ താൽക്കാലികമായി തടസ്സപ്പെട്ടു. ആക്രമണം ദുബായ് മാധ്യമ ഓഫീസ് സ്ഥിരീകരിച്ചു. ആളപായമില്ലെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് നിന്ന് പുലർച്ചെ 4:40 ദുബായിക്ക് പോയ എമിറേറ്റ്സ് വിമാനം പാതി വഴിയിൽ തിരുവനന്തപുരത്തേക്ക് തിരിച്ചയച്ചു. വിമാനത്തിൽ 353 യാത്രക്കാരും 19 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. വിമാനത്തിലെ യാത്രക്കാരെ ടെർമിനലിലേക്ക് മാറ്റിയതായി വിമാനത്താവളം അധികൃതർ അറിയിച്ചു. പശ്ചിമേഷ്യൻ മേഖലയിൽ ഇന്നു മുതൽ അടുത്ത മാസം 10 വരെ നടക്കാനിരുന്ന 12ാം ക്ലാസ് പരീക്ഷകൾ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ റദ്ദാക്കി. നേരത്തെ മാറ്റിവെച്ച പരീക്ഷകളും റദ്ദാക്കുമെന്ന് CBSE അറിയിച്ചു. മേഖലയിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഫലപ്രഖ്യാപന രീതി പിന്നീട് അറിയിക്കുമെന്നും ബോർഡ് വ്യക്തമാക്കി. തിരുവനന്തപുരം CET എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരാഴ്ചത്തെ നിർബന്ധിത അവധി പ്രഖ്യാപിച്ചു. പാചകവാതക ക്ഷാമവും ജലവിതരണം നിലച്ചതും മൂലമാണ് തീരുമാനം. കോളേജ് ഹോസ്റ്റലുകൾക്ക് പുറമെ ക്യാമ്പസിന് ചുറ്റുമുള്ള 30ഓളം സ്വകാര്യ ഹോസ്റ്റലുകളും അടച്ചു. CET കോളേജ് പ്രിൻസിപ്പൽ സുരേഷ് K. രൂക്ഷമായ ജലക്ഷാമവും LPG ഗ്യാസിൻ്റെ ദൗർലഭ്യം മൂലം ഹോട്ടലുകളൊക്കെ അടച്ചതുകൊണ്ട് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിലെ ക്ലാസ്സുകൾ 4 ദിവസം 19-ാം തീയതി വരെ റെഗുലർ ക്ലാസ്സുകൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കമ്മ്യൂണിറ്റി കിച്ചൺ പോലെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞാലും ക്യാൻറ്റീനിൽ വിറകടുപ്പ് പ്രവർത്തിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഒരു ബദൽ സംവിധാനം രൂപപ്പെടുത്താനും അടുത്ത ആഴ്ച മുതൽ കൃത്യമായ ക്ലാസുകൾ നടത്താനും സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 98ാമത് ഓസ്കാർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ് മികച്ച ചിത്രം. മൈക്കൽ P. ജോർദൻ മികച്ച നടനായും ജെസി ബക്ലി മികച്ച നടിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. പോൾ തോമസ് ആൻഡേഴ്സണാണ് മികച്ച സംവിധായകൻ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം. അൾട്രാവയലറ്റ് സൂചിക ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ഗോവയെ നേരിടും. ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. 2020 ലോകകപ്പ് വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച സഞ്ജു സാംസനെ KCA ഇന്ന് ആദരിക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ KCA പ്രസിഡന്റ് ശ്രീജിത്ത് V. നായർ അധ്യക്ഷത വഹിക്കും. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ തിരുവനന്തപുരം മംഗലപുരം ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും. ഒഡീഷയിലെ കട്ടക്കിൽ SCB മെഡിക്കൽ കോളേജ് ICUവിലുണ്ടായ തീപിടുത്തത്തിൽ 10 രോഗികൾ മരിച്ചതായി റിപ്പോർട്ട്. പരിക്കേറ്റ 5 പേരുടെ നില ഗുരുതരമാണ്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പ്രധാന വാർത്തകൾ വീണ്ടും. ബീഹാർ, ഒഡീഷ, ഹരിയാന സംസ്ഥാനങ്ങളിലെ 11 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഇന്ന്. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പ്രസിദ്ധീകരിക്കും. തെരഞ്ഞെടുപ്പ് ചൂടിൽ പ്രമുഖ മുന്നണികൾ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട എമിറേറ്റ്സ് വിമാനം തിരുവനന്തപുരത്തേക്ക് തിരിച്ചയച്ചു. 98ാമത് ഓസ്കാർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ മികച്ച ചിത്രം. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ഗോവയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.